CPM-ന്റെ ചരിത്രത്തിൽ പഞ്ചായത്ത് ഇലക്ഷനിൽ വന്ന ഏറ്റവും ട്രിമൻഡസ് ആയ ഒരു ഡിഫീറ്റാണ് എന്ന് സമ്മതിക്കാൻ അവർക്ക് വളരെ പ്രയാസമാണ്. ഇത്ര ശിഥിലമായ UDF ഇത്ര വലിയൊരു വിജയം കൊയ്തെടുത്തു എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമൊന്നുമല്ല. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് BJP ഉണ്ടാക്കിയ നേട്ടത്തെ ഒരിക്കലും ചെറുതായി കാണാൻ കഴിയില്ല. BJPക്ക് ഈ നേട്ടത്തിന്റെ രാജവീതി ഒരുക്കി കൊടുത്തത് CPM ആണ്. ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ, പക്ഷേ ഒടുവിൽ CPM തന്നെ മതിയായി. ഈ തവണ ഇലക്ഷൻ പ്രചരണ വേളയിൽ എവിടെയും ആര്യ രാജേന്ദ്രനെ കണ്ടില്ല. പുരോഗമനാത്മകമായ കാര്യങ്ങൾ വരുമ്പോൾ ഇവിടുത്തെ മതസംഘടനകൾ എതിർക്കുമ്പോഴെല്ലാം പിണറായി അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് പോയത്. ഈ അഡ്ജസ്റ്റ്മെന്റിനെ എല്ലാം തകിടം മറിക്കുന്ന ലൈനാണ് ഇപ്പോൾ. നമസ്കാരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോൾ ചരിത്രത്തിലില്ലാത്ത പരാജയമാണ് ഇടതുപക്ഷത്തിന് നേരിടേണ്ടതായിട്ട് വന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ പ്രതീക്ഷയോടെയാണ് ഈ വർഷം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. മുഖ്യമന്ത്രി അടക്കം പറയുകയുണ്ടായി 6 മാസം കൂടി കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളൊരു അഭിപ്രായം മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് പോലും ഉണ്ടായി. എന്നിട്ട് പോലും ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി സംസ്ഥാനത്തുടനീളം നേരിടേണ്ടി വന്നു. എന്താണ് ഇടതുപക്ഷത്തിന്റെ ഈ തിരിച്ചടിക്ക് കാരണം? ഇതേക്കുറിച്ച് നമ്മളോട് സംസാരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനും എഴുത്തുകാരനുമായിട്ടുള്ള ഡോക്ടർ റഷീദ് പാനൂർ. ഇതൊരു വലിയ തിരിച്ചടിയാണ്. CPM-ന്റെ ചരിത്രത്തിൽ പഞ്ചായത്ത് ഇലക്ഷനിൽ വന്ന ഏറ്റവും ട്രിമൻഡസ് ആയ ഒരു ഡിഫീറ്റാണ് എന്ന് സമ്മതിക്കാൻ അവർക്ക് വളരെ പ്രയാസമാണ്. MA ബേബി മാത്രമാണ് പറഞ്ഞത് 2010 ഇതേപോലെ ഒരു പരാജയം ഉണ്ടായിരുന്നു. ആ പരാജയത്തെ ഞങ്ങൾ ഓവർകം ചെയ്തു. ഞങ്ങൾ പിന്നെയും വലിയ ആകാശത്തിൽ പറന്നു തുടങ്ങിയത്. ഈ ഒരു പരാജയത്തിന് കാരണം ഒരേ സമയം വർഗീയതയെ അതിശക്തമായി അപലപിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് CPM അല്ലെങ്കിൽ ഇടതുപക്ഷം. പണ്ട് MP രാഘവനെ ഇവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണം രാഘവന്റെ തിയറി ഇതായിരുന്നു: കേരളത്തിലെ മുസ്ലിം പാർട്ടികളെയും ക്രിസ്ത്യൻ പാർട്ടികളെയും ഒരുമിച്ച് ഒരേ കുടക്കീഴിൽ ഇടതുപക്ഷത്തിന്റെ കുടക്കീഴിൽ തന്നെ നിർത്തുക, അല്ലാതെ CPM-നോ ഇടതുപക്ഷത്തിനോ ഒറ്റക്ക് ചിറക് വിരിച്ച് പറക്കാനുള്ള സമയമായിട്ടില്ല എന്ന്. ഒരൊറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹത്തെ അന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്, ബദൽ രേഖ. ഇന്നിപ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗത്ത് INL ഉണ്ട്, മറ്റ് ക്രിസ്ത്യൻ സംഘടനകൾ ഒരുപാടുണ്ട്. അപ്പം ഞങ്ങളുടെ കൂടെ ചേരുമ്പോൾ അവർക്കൊരു പരിശുദ്ധി വന്നു ചേരുകയാണ്. ഇനി ഈ പഞ്ചായത്ത് ഇലക്ഷനെ നേരിടാൻ തന്നെ പിണറായി കണ്ടെത്തിയ ഒരു വഴിയാണ് വെള്ളാപ്പള്ളി നടേശനെ ഒരു വലിയ കൊളോസസായി ഉയർത്തി കാണിക്കാം. കാരണം വെള്ളാപ്പള്ളി നടേശന്റെ ചരിത്രം നോക്കിയാൽ അദ്ദേഹം ഏറ്റവും വലിയ തൊഗാഡിയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തൊഗാഡി ആരായിരുന്നോ അതേപോലൊരു തൊഗാഡിയാണ് വെള്ളാപ്പള്ളി നടേശൻ. എന്തിനും ഏതിനും നാവിൻ തുമ്പിൽ നിന്ന് വർഗീയം മാത്രമേ പുറത്തു വരാറുള്ളൂ. അതേ വെള്ളാപ്പള്ളി നടേശനെ സ്റ്റേറ്റ് കാറിൽ ഇരുത്തുകയും മുഖത്ത് ആധ്യാത്മികതയുടെ തേജസ് ഉണ്ട് എന്ന് പറയുകയും ഇദ്ദേഹം നവോത്ഥാനത്തിന്റെ ശില്പി എന്നൊക്കെ പറയുമ്പോൾ അത് ന്യൂനപക്ഷങ്ങളിൽ ഉണ്ടാക്കിയ ഒരു വീർപ്പുമുട്ടലുകൾ ഈ ഇലക്ഷന്റെ പരാജയത്തിന്റെ അനേകം കാരണങ്ങളിൽ ഒന്ന് മാത്രം. രണ്ടാമത്, എല്ലാവരും അസ്വസ്ഥരാണ്. അതായത് ജോലിക്കാർ അസ്വസ്ഥരാണ്, സാധാരണക്കാർ അസ്വസ്ഥരാണ്. വില പടർന്നു കയറും. ഇലക്ട്രിസിറ്റി ചാർജ് ഓരോ ആഴ്ചയും കൂടും. കാരണം ഇവർ പറയുന്ന ഒരേ ഒരു കാരണം കേരളം ഡിസർവ് ചെയ്യുന്നതൊന്നും കേന്ദ്രം തരുന്നില്ല എന്ന. പക്ഷേ കേന്ദ്രവുമായി നിർമ്മലാ സീതാരാമനുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരോട് കട്ടക്ക് പറഞ്ഞു നിൽക്കാൻ ബ്രിട്ടാസിന് പറ്റുന്നുമില്ല. അർഹിക്കുന്നത് കൊടുക്കുന്നു എന്നാണ് അവർ വാദിക്കുന്നത്. പിന്നെ മറ്റൊന്ന്, ന്യൂനപക്ഷങ്ങളിൽ ഉണ്ടാക്കിയ മറ്റൊരു വലിയ അസ്വസ്ഥത RSS BJP സംഘപരിവാറിന്റെ അജണ്ടയിലുള്ള വിദ്യാഭ്യാസ പരിഷ്കരണമാണ് നടപ്പാക്കാൻ പോകുന്നത് എന്ന തരത്തിൽ വലിയ തോതിലുള്ള മീഡിയ പ്രചരണം നടന്നുകൊണ്ടിരിക്കും. അതൊരു ഡിസ്കഷന് വിധേയമാക്കാമായിരുന്നു. ഡിസ്കഷനിൽ വിധേയമാക്കി ഇതിൽ സ്വീകാര്യമായത് മാത്രമേ ഞങ്ങൾ സ്വീകരിക്കുള്ളൂ എന്ന് പറയുന്നതിന് പകരം കേരള അസംബ്ലിയിൽ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. വിദ്യാഭ്യാസ മന്ത്രി, ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന ബിന്ദുവിനോ തൊട്ടു താഴെയുള്ള ശിവൻകുട്ടിക്കോ ഇതേക്കുറിച്ച് അറിയില്ലെന്ന് അവർ പറയുന്നു. വലിയ സഖ്യകക്ഷിയായ CPM അതിനെ എതിർക്കുന്നു. ഇത് ജനങ്ങളിൽ ഉണ്ടാക്കിയ
ആ ഒരു ടെമ്പോ ഉണ്ട്. എന്താണ് വരാൻ പോകുന്നത്, ഇത് ഡെമോക്രസിന്റെ ഘടകമാണോ എന്നുള്ള ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവരുടെ പരാജയം മീൻസ് ഇവരുടെ ഹിസ്റ്ററിയിലുണ്ടായ ഏറ്റവും വലിയ പരാജയം, ഈ പരാജയത്തിന് വഴിയൊരുക്കിയിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഇവരെങ്ങനെ ഇനി നേരിടും എന്നുള്ളതനുസരിച്ചായിരിക്കും ഇവരുടെ ഭാവി. പിന്നെ ഇവരുടെ സംഘടനാ സെറ്റപ്പോ ഇവർ എണ്ണയിട്ട യന്ത്രം പോലെ വർക്ക് ചെയ്യുന്നു, ഇതെല്ലാം ശരിയാണ്. മറുഭാഗത്ത് കോൺഗ്രസിന്റെ സംഘടനാ സെറ്റപ്പ് വളരെ ശിഥിലമാണ്. സംഘടനാ തലത്തിൽ ലീഗിന് മാത്രമേ കെട്ടുറപ്പുള്ളൂ. എന്നിട്ട് പോലും UDF, ഇത്ര ശിഥിലമായ UDF ഇത്ര വലിയൊരു വിജയം കൊയ്തെടുത്തു എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമൊന്നുമല്ല. BJP അതുപോലെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയൊരു സംഘടനയാണ്. തീർച്ചയായും BJP പതുക്കെ കയറി വരികയാണ്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് BJP ഉണ്ടാക്കിയ നേട്ടത്തെ ഒരിക്കലും ചെറുതായി കാണാൻ കഴിയില്ല. കാരണം തിരുവനന്തപുരത്ത് ശബരിനാഥിനെ ഇറക്കി കോൺഗ്രസ് നേട്ടം കൊയ്തു എന്നുള്ള വാസ്തവമാണ്. മറുഭാഗത്ത് BJPക്ക് ഈ നേട്ടത്തിന്റെ രാജവീതി ഒരുക്കി കൊടുത്തത് CPM ആണ്. ആര്യ രാജേന്ദ്രൻ ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ത്രീ പോസ്റ്റിലിരിക്കുന്നു, ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ. പക്ഷേ ഒടുവിൽ CPM തന്നെ മതിയായി. ഈ തവണ ഇലക്ഷൻ പ്രചരണ വേളയിൽ എവിടെയും ആര്യ രാജേന്ദ്രനെ കണ്ടിട്ടില്ല. അപക്വമാണ് അവരുടെ നിലപാടുകൾ എന്നും പാർട്ടിക്ക് അവരെ കറക്റ്റ് ചെയ്യാവുന്നതിന് പരിമിതികൾ ഒരുപാടുണ്ട് എന്നും അപ്പൊ അവരുണ്ടാക്കിയ ഒരു പുകയുണ്ട്, അത് BJPക്ക് എളുപ്പം കടന്നു ചെല്ലാൻ ഒരവസരം ഉണ്ടായി. അത് മാത്രമല്ല, ഒരുപാട് ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ 2ാം സ്ഥാനത്ത് BJP ആണ് വന്നത്. അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് ഏഷ്യാനെറ്റിന്റെ കണക്ക് ശരിയാണെങ്കിൽ കഴിഞ്ഞ ഇലക്ഷനെ അപേക്ഷിച്ച് 2% കൂടിയിട്ടുണ്ട്. ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് തുടരുമെങ്കിൽ അവർക്ക് കേരളത്തിൽ അടുത്ത അസംബ്ലി ഇലക്ഷൻ 7-8 സീറ്റുകൾ വരെ നേടാം. പക്ഷെ പാറ്റേൺ ഇതേപോലെ തുടരുന്ന യാതൊരു നിർബന്ധവുമില്ല. അപ്പൊ BJPയുടെ വളർച്ചയ്ക്ക് ഇൻഡയറക്റ്റ് ആയിട്ടൊരു ഗ്രോത്തിന് ഒരാക്കം കൂട്ടിക്കൊടുത്തത് CPMന്റെ നിലപാടുകളും CPMന്റെ പ്രവർത്തന ശൈലിയുമാണ്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, മലബാറിൽ അതായത് ന്യൂനപക്ഷങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലത്തെല്ലാം CPM LDF പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ അത് ന്യൂനപക്ഷങ്ങൾക്ക് വീണ്ടും UDFനോടുള്ള തങ്ങളുടെ പ്രിയം, അല്ലെങ്കിൽ UDF ന്യൂനപക്ഷങ്ങളുടെ പ്രിയം തിരിച്ചു പിടിച്ചു എന്നുള്ളൊരു സൂചനയാണ്. തീർച്ചയായും. ഇംഗ്ലീഷിലൊരു പഴമൊഴിയില്ലേ, സ്ട്രൈക്ക് ദ അയൺ വൈൽ ഇറ്റ് ഈസ് ഹോട്ട് എന്ന്. ഉലയിൽ വെച്ച് ഇരുമ്പ് ചൂടാക്കുമ്പോൾ അതിങ്ങനെ ഒരു റെഡ് കളറായി മാറും. അപ്പോഴാണ് കൊല്ലൻ അതിനെ അടിച്ച് പരുവപ്പെടുത്തിയെടുക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ന്യൂനപക്ഷങ്ങൾക്ക് കയ്യിൽ കിട്ടിയൊരു വടിയാണിത്. കാരണം നടേശൻ, വെള്ളാപ്പള്ളി നടേശൻ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഈ കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ പദ്ധതിയിൽ നിന്ന് ഇയാൾ പണം മേടിക്കുന്നു. ഇതെല്ലാം കൂടി ചേരുമ്പോൾ അവരുടെ ഉള്ളിൽ തന്നെ ഒരു ഭയമുണ്ട്. ഇങ്ങനെ ഒരു ചതി ഞങ്ങൾ CPMൽ നിന്ന് പ്രതീക്ഷിച്ചതല്ല എന്ന്. അതുകൊണ്ടാണ് സംഘടിതമായിട്ട് ന്യൂനപക്ഷങ്ങൾ മുഴുവൻ കൂട്ടത്തോടെ UDFന് വോട്ട് ചെയ്യാൻ തുടങ്ങിയത്. പലപ്പോഴും പല വിട്ടുവീഴ്ചകൾക്കും പിണറായി തയ്യാറായിട്ടുണ്ട്. ഇടതുപക്ഷ സർക്കാർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഡ്രസ്സ്, ഏകീകൃതമായ ഡ്രസ്സ്, പാൻസും ലൂസ് ഷർട്ടും ഉടനെ കേരളത്തിലെ മതസംഘടനകൾ എതിർത്തപ്പോൾ പിണറായി പെട്ടെന്ന് പിന്നോട്ട് പോയി. എന്തെങ്കിലും പുരോഗമനാത്മകമായ കാര്യങ്ങൾ വരുമ്പോൾ ഇവിടുത്തെ മതസംഘടനകൾ എതിർക്കുമ്പോഴെല്ലാം പിണറായി അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് പോയത്. ഈ അഡ്ജസ്റ്റ്മെന്റിനെ എല്ലാം തകിടം മറിക്കുന്ന ലൈനാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങളിൽ നിന്നും ഇത്രയും വലിയൊരു സെറ്റ് ബാക്ക് ഇവർക്കുണ്ടായത്.